Anyway, we are discussing about the development in children. There are many kinds of developments. Let's see now. Today we are going to discuss about the language development. Okay. So please listen. Language development. The first communication of a child is through crying. That you know. Okay. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നോട്ടൊക്കെ എഴുതിയെടുക്കാം, ശ്രദ്ധിക്കാം. ഇനി സംശയമുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് അത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ. Okay, so the first communication of a child is through crying. At the time of birth, when she becomes around 3 months old, they respond by cooing, gurgling. These are some voices, sounds created by the newborn children, newborn babies. Okay, ഇവിടെ birth വേണ്ടെന്നല്ല, when he becomes എന്നാണ് വേണ്ടത്. When they become 4 months old, they will start to recognize voices. By this time, they learn to associate meanings with sounds: angry, laughing, loving, caring. ഇത് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്? ഒരു കുഞ്ഞിനോട് ദേഷ്യത്തോടെയാണോ, ചിരിച്ചുകൊണ്ടാണോ, സ്നേഹത്തോടെയാണോ, കെയറിംഗ് ആണോ, നമുക്ക് നമ്മുടെ ഒരു ശ്രദ്ധ കരുതലോടെയാണോ സംസാരിക്കുന്നതെന്ന് സ്വരത്തിന്റെ ടോണ് കൊണ്ട് മനസ്സിലാക്കും. ക്ലിയർ? നിങ്ങളോട് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ സൗണ്ടിന്റെ മോഡുലേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അത് കെയറിംഗ് ആണോ, അതോ വൈരാഗ്യമാണോ, ദേഷ്യമാണോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കണം. അപ്പൊ കുട്ടികൾക്ക് എപ്പോൾ മനസ്സിലാവും? 4 മാസം ആകുമ്പോൾ ഇത് മനസ്സിലാവാൻ തുടങ്ങും. അപ്പൊ 3.5 വയസ്സിൽ LKG ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് പറയണോ? അവ കുട്ടിക്ക് നന്നായിട്ട് തിരിയും അല്ലേ? So by this time they learn to associate meanings with sounds. അപ്പൊ എന്തർത്ഥം? മീനിങ്, നമ്മളിപ്പോ ഒരു കുട്ടീനോട് ഇരിക്കേ എന്ന് പറയുമ്പോൾ ഇരിക്കടാ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ മോന് സുഖമാണോ എന്ന് ചോദിക്കുന്നതും, ഇരിക്കും മോനെ എന്ന് പറയുന്നതും, പ്ലീസ് സിറ്റ് ഡൗൺ, കം ഹിയർ, ടേക്ക് എ ബുക്ക് എന്നൊക്കെ ടീച്ചർ പറയുമ്പോഴും, why don't you do your homework? You should be a smart boy. You are a smart boy, so you had to do this homework എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇത് തിരിച്ചറിയും. അങ്ങനെയാണ് ഇതിന്റെ ഇവിടെ പറയുന്നത് മീനിങ് സൗണ്ട് കൊണ്ട്, ശബ്ദത്തിലൂടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികളൊക്കെ അങ്ങനെയാണ്. മലയാളികൾ പറയുന്ന ലാംഗ്വേജും ഒക്കെ അവർ അർത്ഥമൊക്കെ മനസ്സിലാവുന്നത്. എല്ലാം മലയാളത്തിന്റെ ഡിക്ഷണറി വാങ്ങി മീനിങ് പഠിച്ചിട്ടല്ല, ശബ്ദ താരാവലികൾ പഠിച്ചിട്ടല്ലല്ലോ ബംഗാളി അല്ലെങ്കിൽ ഇവരിവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം വേറൊരു അന്യഭാഷ മനസ്സിലാവുന്നത് പോലെ കൊച്ചുകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും സൗണ്ട് മോഡുലേഷൻ മനസ്സിലാക്കും. By around 6 months, they start to produce sounds like Baba, Mama, Papa. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. The occurrence of such a 2-letter similar sound is called bubbling. അങ്ങനെയുള്ളതിനാണ് bubbling എന്ന് പറയുന്നത്. Around 18 months, with these and earlier stock of non-verbal language, they could communicate all that they need to convey. Non-verbal language എന്ന് പറയുന്നത് ഒരു ശരിക്കും സൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ശരിക്കും അത് മനസ്സിലാവാത്ത അല്ല, അങ്ങനെയുള്ള ഇത് ഒക്കെ അവർക്ക് അന്നേരം മനസ്സിലാവും. പ്ലീസ് വെയിറ്റ് 1 minute. At this stage, they would speak only one word at a time, but single word sentences convey quite a lot. അവർ ഒരു വാക്കൊക്കെ പറയുള്ളൂ, പൂർണ്ണ സെന്റൻസ് ആവില്ല. അത് നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒന്നും ഉണ്ടാവില്ല. കർമ്മം, ക്രിയ, അങ്ങനെയുള്ള വൃത്തങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്താം. അത് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് ലാംഗ്വേജ് പഠിക്കുന്നതൊക്കെ. നമ്മൾ ഇവിടുന്ന് ഒരാൾ ഇസ്രായേലിൽ പോയി അല്ലെങ്കിൽ ജർമ്മനി പോയി, ജർമ്മൻ ലാംഗ്വേജ് അറിയില്ല, ഫസ്റ്റ് എങ്ങനെയാണ് പഠിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ ഹിന്ദി നമുക്കറിയില്ല. ഓക്കെ, സോ അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജ് ആണ് നമ്മൾ ഈ പറയുന്നത്. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഭാഷാ വികസനം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പോയിന്റ്സ് എഴുതിയെടുത്തിട്ട് ചോദിക്കണം. ഓക്കെ, നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിർത്തും, നിങ്ങൾക്ക് സമയം തരും. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ് എഴുതിയെടുത്ത് ചോദിക്കാം. ഓക്കെ, സോ they would use a word not merely to name objects such as question, command, desire. They would use a word not merely to name an object but as a question, a command, a desire, a greeting or an expression of feeling. ഇതാണ് അവരുടെ വേർഡ് വരുന്നത്. അത് എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് ആവും, ഗ്രീറ്റിംഗ്, ഡിസയറും കമാൻഡും ഒക്കെ ആയാലും അവർ ഒറ്റ വാക്കാണ് ഉപയോഗിക്കുക. ആ വാക്കിൽ ഇതെല്ലാം അർത്ഥങ്ങളും പെടും. ദിസ് ഇസ് ഓൺലി ബിക്കോസ് ദേ ഹാസ് too few words in their vocabulary to begin with.
ഇതിന്റെ കാരണം എന്താണ്? ദിസ് ഇസ് ഓൺലി ബിക്കോസ് ദേ ഹാവ് എന്നല്ല, ദേ ഹാവ് എന്നാണ് വേണ്ടത് കേട്ടോ. ദേ ഹാവ് ഇത് ഡിക്ഷണറി ഇത് ഡിക്റ്റേഷൻ നടത്താത്തതാണ്, പ്രൂഫ് നോക്കാത്തതാണ്. ഇവിടത്തെ വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്ത ഒരു ടീച്ചറൊക്കെ ടൈപ്പ് ചെയ്യുന്ന, പക്ഷെ അവർ പറയുന്നത് വോയിസ് പറയും എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. അപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ട് ഉള്ളതേ ഇവിടുന്ന് തരുള്ളൂ. അതുകൊണ്ട് ഇതിപ്പം എഴുതിയെടുക്കും, നോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി മലയാളത്തിൽ എഴുതുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. as you like. Okay, this is only because they have too few words in their vocabulary to begin with. ഈ പറഞ്ഞ സെന്റൻസിൽ നിങ്ങൾ ആരെങ്കിലും ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എസ്പെഷ്യലി ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദാറ്റ് ഇസ് നോട്ട് യുവർ നേറ്റീവ് ലാംഗ്വേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ നേറ്റീവ് സ്പീക്കർ അല്ല നിങ്ങൾ ഇംഗ്ലീഷിന്. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് വൊക്കാബുലറിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പദസമ്പത്തുകൾ എഴുതി അർത്ഥമൊക്കെ പഠിക്കും. അപ്പോ ഒരാള് കൊച്ചുകുട്ടി പോലും മലയാളത്തിൽ അല്ലെങ്കിൽ മദർ ടങ് മലയാളമായ ഒരു കുട്ടി പോലും കുറച്ച് വാക്കുകൾ ഉപയോഗിക്കാൻ കാരണം ആ കുട്ടിക്ക് വേണ്ടത്ര സഫീഷ്യന്റ് വൊക്കാബുലറി ഇല്ലാത്തതുകൊണ്ടാണ്. പദസമ്പത്ത്, വൊക്കാബുലറി മീൻസ് പദസമ്പത്ത്, നിങ്ങൾക്ക് അറിയാം, അതില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഹിന്ദിയോ നമുക്ക് സംസാരിക്കണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഷുഡ് ഹാവ് സഫീഷ്യന്റ് വൊക്കാബുലറി ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലാംഗ്വേജ്. Until unless if you don't have the sufficient vocabulary to communicate in particular language, how you will be able to speak English? അതുകൊണ്ട് ഞാനൊക്കെ സ്കൂളുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പറയാറ്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 5 ഇംഗ്ലീഷ് വേർഡ്സ് വീതം എഴുതണം. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, അതിന് കഴിയുന്നവര് ഓക്കെ, നല്ലത്, കൊള്ളാം. അല്ലാത്തവർക്ക് നമ്മൾ മലയാളികൾ ഇവിടെ സാധാരണ MA ഇംഗ്ലീഷ് കഴിഞ്ഞാലും ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാത്തവർ ധാരാളം പേരുണ്ട്. MA BEd കഴിഞ്ഞിട്ട് ടീച്ചർമാർ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, MEd കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നവർ ഇവിടെ ഇപ്പോഴുണ്ട്. അവരൊക്കെ പറ പോലും ഇംഗ്ലീഷ് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യാത്തവരാണ്. കഷ്ടം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരാരും ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കില്ല. എന്നിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേട്ട് നമുക്ക് നമ്മുടെ മലയാളം വേണം, മലയാളം വേണ്ട എന്നുള്ള ഇതിന്റെ ഒന്നും അർത്ഥം. മറിച്ച് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഫോർ getting job in other countries, foreign study, foreign job, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മലയാളികൾ പുറകോട്ട് പോകുന്നതിന്റെ കാരണം ലാംഗ്വേജിന്റെ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇത് ആവശ്യമാണ്, ബേസിക് സ്കിൽ അത് കൊടുത്തേ പറ്റൂ. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ദ വേൾഡ് ലാംഗ്വേജ്. So to become the world citizen, you should have your language, English language വേണം, അല്ലെങ്കിൽ പറ്റില്ല. This is only because they have too few words. അപ്പൊ നമുക്ക് വൊക്കാബുലറി ഒരു ടീച്ചർ എഴുതി പഠിക്കണം. ഒരാൾ ഒരു ദിവസം 5 ഇംഗ്ലീഷ് വേർഡ്സ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് അറിയില്ല, നിങ്ങൾ എന്ത് ചെയ്യണോ അതിന്റെ മീനിങ്, ഞാൻ അതിന്റെ മീനിങ് പറയാറുണ്ട്, മീനിങ് എഴുതിയെടുക്കണം. അത് ഒരു ദിവസം 5 വേർഡ്സ് വീതം പഠിക്കൂ, 10 ദിവസമാകുമ്പോൾ 50 വേർഡ്സ് ആയി. അങ്ങനെയാണ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ട്രെയിനീസിനോടാണ് ഞാൻ പറയുന്നത്. എല്ലാം തികഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, അവരെ ഉദ്ദേശിച്ചിട്ട് അല്ല. At about 18 months they had a vocabulary about 50 words. 18 മാസം ആകുമ്പോൾ, 1.5 വയസ്സാകുമ്പോൾ 50 വേർഡ്സിന്റെ വൊക്കാബുലറിയാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുക. By around 24 months child can produce about 100 words. 100 പദസമ്പത്ത് ഉണ്ടാവുള്ളൂ ഒരു കുട്ടിക്ക്. About 24 months, 2 years ആകുമ്പോൾ. അതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. 2 വയസ്സായ പ്രായമായ കുട്ടി സംസാരിക്കുന്നത് ഈ 100 വാക്കുകൾ അറിയാവുന്നത് വെച്ചിട്ടാണ് അവർ ഈ പാചകം പഠിക്കുന്നതെന്ന് അർത്ഥം. When they become around 3 years old, they can talk in short sentences and ask questions who, what, why. ഈ who, what, why എന്താണ്? WH questions എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കേണ്ടവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, ഇപ്പൊ LKG UKG ഏത് സ്കൂളായാലും ഇംഗ്ലീഷ് മീഡിയം ആണ് കേട്ടോ. ഇനി പഴയ തറാപറ നഴ്സറി സ്കൂളുകൾ എവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാ സ്കൂളുകളിലും ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഈവൻ ഗവൺമെന്റ് സ്കൂളിലും. കാരണം എന്താ, കുട്ടികളെ കിട്ടാൻ വേണ്ടി, രക്ഷിതാക്കളെ ആകർഷിക്കാൻ വേണ്ടി എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിരിക്കുകയാണ്, സർക്കാർ സ്കൂളുകളിലും LKG UKG 1ാം ക്ലാസ്സിനോടനുബന്ധിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അവിടെയൊക്കെ, പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം. When they become around, അതിന് നിങ്ങൾക്ക് 500 രൂപ കൊടുത്താൽ ഒരു ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. ഈ സമയത്ത് ഞാനൊരു മാർക്കറ്റിംഗും കൂടെ പറയട്ടെ. ഞങ്ങള് തയ്യാറാക്കിയ ഒരു ബുക്ക് 500 റുപ്പീസിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോഴ്സും കിട്ടും. 500 രൂപയ്ക്ക്, ഇപ്പൊ 1500 രൂപയ്ക്കൊക്കെ ഞങ്ങളെ കോഴ്സ് ടീച്ചേഴ്സ് ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. 500 രൂപ കൊടുത്താൽ ഒരു ഹാൻഡ് ബുക്ക് കിട്ടും. ആ ഹാൻഡ് ബുക്കിൽ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഉപയോഗിക്കേണ്ടതും നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ കുറെ വാക്കുകൾ, സെന്റൻസ്, ലാംഗ്വേജ് പഠിക്കാനുള്ള ഫോണറ്റിക്സ് അടക്കം ഉള്ളതുണ്ട്. കുട്ടികളോട് സംസാരിക്കേണ്ടത്, പേരൻസിനോട് സംസാരിക്കുന്നത്, സ്കൂളിൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ടതൊക്കെ.
അത് നിങ്ങൾക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുള്ളവർക്ക് പിന്നീട് ഇത് ഓർത്ത് വെച്ച് മനസ്സിൽ വെച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് അന്നേരം അത് കിട്ടും. ഓക്കെ. So when they become around, they can talk. Okay, they can talk about people and things around them, describe events in their life, able to use pronouns, adverbs and other connecting words. Pronoun is a noun used, pronoun is a word used for naming words. ഇപ്പൊ നമ്മൾ നെയിമിംഗ് വേർഡ് എന്താണ്? നൗൺ ആണ്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ they can talk about people and things around them, describe events. എപ്പോഴാണ്? 3 വയസ്സാകുമ്പോൾ. അപ്പൊ കുട്ടികൾ who, what, why എന്ന് ചോദിക്കും. ആ സമയത്തുള്ള കുട്ടികൾ ജിജ്ഞാസയുള്ള എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ നടന്ന് പറഞ്ഞു കൊടുക്കണം. This is why നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നൽക്കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ രാത്രി 9 മണിക്ക് ശേഷം ആരും മൊബൈൽ ഉപയോഗിക്കില്ല. നമ്മുടെ ഫാമിലി റൂളാണ്. നമ്മുടെ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണില്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ രാത്രി ബെഡ്റൂമിൽ ഫോൺ ഉപയോഗിക്കില്ല. ഇങ്ങനെ ഇത് ഈ സമയത്ത് കുട്ടീനെ ശീലിപ്പിച്ചാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ക്യാരക്ടർ ഫോർമേഷന്റെ, സ്വഭാവ രൂപവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സമയത്ത് നല്ല ശീലങ്ങൾ പഠിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അടിത്തറയുണ്ടാവും, ഡിസിപ്ലിൻ ഉണ്ടാവും, അച്ചടക്കമുണ്ടാവും. ഓക്കെ. ഈ 3 to 6 years old പീരീഡിനാണ് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്, ആദ്യ ബാല്യകാല സമയം. They learn to use past tense and correlate things which are but cannot use future tense. Okay. ആ സമയത്ത് അത് നമുക്കറിയാം. കുട്ടികൾ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പ്രസന്റ് ടെൻസും നോക്കിയിട്ടല്ല പറയുന്നത്. മലയാളത്തിലും ഇന്നലെ പോയി എന്നുള്ളത് നാളെ പോകുന്നതിന് ഇന്നലെ പോയി എന്നൊക്കെ പറയും. ഇന്നലെ ഞാൻ പോകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ആ സമയത്തുള്ള പ്രത്യേകത. അറ്റ് ദിസ് സ്റ്റേജ്, ഏത് സ്റ്റേജ് ആണ്? ഏർലി ചൈൽഡ്ഹുഡിലേക്ക് എത്തുന്ന സമയം. അറ്റ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ഡു മച്ച് മോർ ദാൻ മിയർലി ഇമിറ്റേറ്റിംഗ്. അവർ ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വന്തമായിട്ടൊക്കെ പറയും. ചിൽഡ്രൻ ബിഗിൻ ടോക്കിംഗ് early while some start late. Some are highly talkative while others are quiet. Up to some extent these differences may be inherited. ചിലർക്ക് അത് പാരമ്പര്യമായിട്ടുണ്ടാവും സംസാരശീലങ്ങളൊക്കെ. ചിലർ കൂടുതൽ സംസാരിക്കും, ചിലർക്ക് അങ്ങനെയുള്ളത്. But I got one message once. The differences are due to the kind of environment the child lives. കുട്ടി ലാംഗ്വേജ് ഡെവലപ്മെന്റിന് പാരമ്പര്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടി ജീവിക്കുന്ന എൻവയോൺമെന്റ് ആണ്. കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ ചുറ്റുപാട്, കളിക്കൂട്ടുകാര്, അങ്ങനെയുള്ളവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് കുറെ സ്വാധീനിക്കും. ചിൽഡ്രൻ കനോട്ട് ലേൺ ലാംഗ്വേജ് ഇഫ് ദേ ഡു നോട്ട് ഹിയർ സ്പോക്കൺ വേർഡ്സ്. അതായത് ഇതും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്, ഇഗ്നോ യൂണിവേഴ്സിറ്റി, ICCM, അതുപോലെ NCDS, ഞങ്ങളുടെ തന്നെ BSS, ബാലേന്ദ്രന്റെ BSS, ഭാരത സേവക സമാജ്, ഇവരുടെ എല്ലാവരുടെയും ബുക്കിൽ ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു സത്യമാണ്. ചിൽഡ്രൻ കനോട്ട് ലേൺ ലാംഗ്വേജ് ഇഫ് ദേ ഡു നോട്ട് ഹിയർ സ്പോക്കൺ വേർഡ്സ്. ഒന്നും കൂടെ പറയാം. ചിൽഡ്രൻ കനോട്ട് ലേൺ ലാംഗ്വേജ് ഇഫ് ദേ ഡു നോട്ട് ഹിയർ സ്പോക്കൺ വേർഡ്സ്. Therefore we must talk with the children as much as possible. അത് തന്നെയാണ് ലാംഗ്വേജ് പഠിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കുട്ടി കേട്ടില്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കില്ല. അപ്പോൾ എന്തർത്ഥം? സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണെങ്കിൽ അപ്പോഴേ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കിട്ടുള്ളൂ. അപ്പൊ LKG UKG ക്ലാസ്സിൽ കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ദ ടീച്ചർ മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻസൈഡ് ദ സ്കൂൾ ക്യാമ്പസ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റുകളൊക്കെ കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ, മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവര് അതിന് പ്രാധാന്യം കൊടുക്കണം. എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് കുറച്ച് താല്പര്യം എടുത്ത് 1-2 ബുക്കൊക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ കുറെ ലിസണിങ് സ്കിൽ ഡെവലപ്പ് ചെയ്ത് കുറെ ഇങ്ങനെ കേട്ട് വൊക്കാബുലറി ബുക്ക് എഴുതി പഠിച്ച് നിങ്ങൾക്ക് പഠിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ടൈം കഴിഞ്ഞു. Now just let me stop the screen sharing. Any doubt? Now we are going to wind up the session. 1 more minute is remaining. So thank you all.